സയൻസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെട്രിക്സിന്റെ ബാക്കി പോർഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെട്രിക്സിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, അതുപോലെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെയാണ് നോക്കിയത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ അഡീഷനും സബ്ട്രാക്ഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്ക്രീനിൽ നോക്കിയാൽ കാണാം. ഈ ക്വസ്റ്റ്യൻ വായിക്കാം. ഇഫ് എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 8 0 4 -2 and b is equal to matrix 2 -2 -5 1. ഞാൻ റോ വൈസ് ആണ് കേട്ടോ വായിച്ചു പോകുന്നത്. ഫസ്റ്റ് റോ അതുപോലെ സെക്കൻഡ് റോ വൈസ് ആണ് വായിക്കുന്നത്. Then find the matrix X such that 2a plus 3x equal to 5b. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് കാണാം, രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. നമുക്ക് ഗിവൺ ആണ്. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആണ്. അപ്പൊ ഈ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വേഷൻ തന്നിരിക്കുന്നത് നോക്കൂ, 2a plus 3x equal to 5b എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് എയുടെ വാല്യൂ അറിയാം, നമുക്ക് ബിയുടെ വാല്യൂ അറിയാം അല്ലെ. എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട് നമ്മുടെ കയ്യില്, ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്. രണ്ടും 2/2 ഓർഡർ ഉള്ള ഒരു മെട്രിക്സ്, രണ്ട് മെട്രിക്സുകളാണ്. അപ്പൊ ഞാൻ ഈ ഇക്വേഷനില് എയുടെ പ്ലേസിലും ബിയുടെ പ്ലേസിലും ആ മെട്രിക്സുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എയുടെ അവിടെ ഞാൻ 8 0 4 -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബിയുടെ പ്ലേസില് 2 -2 -5 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പൊ എനിക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 × മെട്രിക്സ് എ പ്ലസ് 3x = 5 × മെട്രിക്സ് ബി. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്, ഒരു മെട്രിക്സിനെ ഒരു സ്കെലാർ എലമെന്റ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ കിടക്കുന്നത്. ആ 2 എന്ന് പറഞ്ഞ സ്കെലാർ എലമെന്റ് കൊണ്ട് ഞാൻ ആ എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് എ എന്ന് പറഞ്ഞ മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും ഞാൻ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ എന്തായിരിക്കും ആൻസർ കിട്ടാം? ആ എ എന്ന് പറഞ്ഞ മെട്രിക്സിലെ എലമെന്റ്സ് 8 0 4 -2 ആയിരുന്നു അല്ലെ. അതിനെ 2 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 16 0 8 -4 എന്ന് കിട്ടും. പ്ലസ് 3x = 5 എന്ന നമ്പറിനെ, 5 എന്ന സ്കെലാർ നമ്പറിനെ ഞാൻ മെട്രിക്സ് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എനിക്ക് കിട്ടുന്ന ആൻസർ ആണ് മെട്രിക്സ് 10 -10 -25 5. ഓക്കെ, ഈ സ്റ്റെപ്പ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഞാൻ എന്താ ചെയ്തത്? ആ 3x എന്ന് പറഞ്ഞ വാല്യൂവിനെ അവിടെ നിർത്തി ആ 16 0 8 -4 എന്ന് പറഞ്ഞ മെട്രിക്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അതെന്തായി? മൈനസ് ആയി അല്ലെ. അപ്പൊ 10 -10 -25 5 മൈനസ് മെട്രിക്സ് 16 0 8 -4 എന്ന് കിട്ടുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ഓർഡർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 10 -10 -25 5 16 0 8 -4 എന്ന് പറഞ്ഞ രണ്ട് മെട്രിക്സിന്റെയും ഓർഡർ എന്ന് പറയുന്നത് 2/2 ആണ്. അപ്പൊ അവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക നമുക്ക്? 10 -16. അപ്പൊ ഞാൻ സബ്ട്രാക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എങ്ങനെയായിരുന്നു? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, അഡീഷൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ ഇതുപോലെ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം 10 -16 എന്ത് കിട്ടും? -6 -10 -0 -10 കിട്ടും. -25 -8 -33 5 -4 എന്ന് പറയുമ്പോൾ 5 + 4 9 കിട്ടിയ ആൻസർ. ഇപ്പൊ എനിക്ക് കിട്ടിയ മെട്രിക്സ് 3x = മെട്രിക്സ് -6 -10 -33 9 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോ ഞാൻ 3x എന്നാണ് അവിടെ കിടക്കുന്നത് അല്ലെ. ആ 3 ഇൻറ്റു ആയിട്ടാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോ എന്താവും? അത് ഡിവിഷൻ ആവും അല്ലെ. ആ മെട്രിക്സിനെ 1/3 കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പൊ എന്താ വരാ? x =
1/3 into matrix -6, -10, -33, 9. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം ലാസ്റ്റ് ആൻസർ കിട്ടാൻ എനിക്ക് -2, -10/3, -11, 3. ഓക്കെ എന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ട് മെട്രിക്സുകൾ തന്നിട്ടുണ്ടായിരുന്നു. എ എന്ന് പറഞ്ഞ മെട്രിക്സും ബി എന്ന് പറഞ്ഞ മെട്രിക്സും എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടിരുന്നത്. അപ്പൊ എന്താ ചെയ്തത്, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ എയുടെ പ്ലേസിലും ബിയുടെ പ്ലേസിലും നമ്മൾ ആ മെട്രിക്സുകൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ് ആയിരുന്നു അതിൽ കിട്ടാണ്ടിരുന്നത്. അപ്പൊ എക്സിനെ നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. അപ്പൊ കിട്ടിയ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് മെട്രിക്സ് -2, -10/3, -11, 3. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നോക്കാം, ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 5, 2, 0, 9 ആൻഡ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 3, 6, 0, -1. ഇതും 2/2 മെട്രിക്സ് തന്നെയാണ്. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യനെ അപേക്ഷിച്ച് ഇവിടെ രണ്ട് ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്നത്. നേരത്തെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ എയുടെ വാല്യൂ ബിയുടെ വാല്യൂ നമുക്ക് അറിയായിരുന്നു. എക്സ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടിരുന്നത്. ഇവിടെ നമുക്ക് തന്നേണത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, എക്സ് മൈനസ് വൈ ഈക്വൽ ടു വേറൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. രണ്ട് ഇക്വേഷൻസ് ഉണ്ട് ഇവിടെ അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ മെട്രിക്സ് അല്ല വേറെ ഏതെങ്കിലും നമ്പർ ആയിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ചെയ്യാം? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4 അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് തന്നാൽ നമ്മൾ എങ്ങനെയത് സോൾവ് ചെയ്യുക? ഒന്നില്ലെങ്കിൽ ആ രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ അതിനെ സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഒരു വേരിയബിൾ എലിമിനേറ്റ് ചെയ്തു പോകും. അതുപോലെ തന്നെയാണ് മെട്രിക്സിന്റെ കേസിൽ. ഇവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5, 2, 0, 9, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3, 6, 0, -1. രണ്ട് ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക. എന്തിനങ്ങനെ ചെയ്യണേ? ആ വേരിയബിള് ഏതെങ്കിലും ഒരു വേരിയബിൾ എലിമിനേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുക ആദ്യം. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ്. രണ്ടാമത്തെ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അതിൽ കാണിച്ചിരിക്കുന്നത്. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു. ഇനി നമ്മൾ റൈറ്റ് സൈഡിലുള്ള ആ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക ചെയ്യണേ. മെട്രിക്സ് 5, 2, 0, 9 പ്ലസ് മെട്രിക്സ് 3, 6, 0, -1. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോ ആ വൈയും നെഗറ്റീവ് വൈയും ക്യാൻസൽ ചെയ്തു പോകും അല്ലെ. ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആണ്. അപ്പൊ എന്താ കിട്ടുക നമുക്ക്? എക്സ് പ്ലസ് എക്സ് 2x ഈക്വൽ ടു, ഇനി റൈറ്റ് സൈഡിൽ കിടക്കുന്നത് 2/2 ഓർഡർ ഉള്ള രണ്ട് മെട്രിക്സുകളാണ്. അവർ തമ്മിൽ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക നമുക്ക്? 5 + 3 8 എന്ന് കിട്ടും. 2 + 6 8 കിട്ടും. 0 + 0 0 എന്ന് കിട്ടി. 9 + -1 8 എന്ന് തന്നെ കിട്ടും. ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 2x ഈക്വൽ ടു മെട്രിക്സ് 8, 8, 0, 8. ദാറ്റ് ഈസ് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോ എക്സ് ഈക്വൽ ടു എന്താ സംഭവിക്കുക? ആ 2 ഇൻറ്റു ആയിട്ടാണ് ലെഫ്റ്റിൽ കിടക്കണേ. റൈറ്റിലേക്ക് വരുമ്പോ ഡിവിഷൻ ആവും, അല്ലെങ്കിൽ 1/2 കൊണ്ട് ആ മെട്രിക്സിനെ ഇൻറ്റു ചെയ്യാം. അതാണ് അടുത്ത തേർഡ് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. എക്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു മെട്രിക്സ് 8, 8, 0, 8. ദാറ്റ് ഈസ് ലാസ്റ്റ് ആൻസർ നമുക്ക് കിട്ടി. എക്സ് ഈക്വൽ ടു ആ മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8/8 4 എന്ന് കിട്ടി. അടുത്ത എലമെന്റും 8 തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അടുത്ത എലമെന്റ് 0 ആണ്. 0/2 0 എന്ന് കിട്ടി. അടുത്ത എലമെന്റ് 8/2 4 എന്ന് കിട്ടി. therefore എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എന്താണ്? എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് 4, 4, 0, 4 ആണ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് y ആണ് അല്ലെ. അപ്പൊ ഈ y കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ടൈപ്പിൽ ചെയ്യാം കേട്ടോ. അതായത് ഏതെങ്കിലും ഇക്വേഷൻ, അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഒരു മെട്രിക്സ് ഉണ്ട്, എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഒരു മെട്രിക്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ കിട്ടിയ എക്സിന്റെ വാല്യൂ എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് കൊണ്ട് ഈ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ, ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്ത? രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്തു. ഇതുപോലെ തന്നെ ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എലിമിനേറ്റ് ചെയ്ത് പോവാ എക്സ് ആയിരിക്കും.
അപ്പൊ നമുക്ക് കിട്ടണ വാല്യൂ എന്ന് പറയുന്നത് വൈയുടെ വാല്യൂ ആയിരിക്കും. അങ്ങനെ രണ്ട് ടൈപ്പിൽ നമുക്ക് ചെയ്യാം. ഞാനിപ്പോ എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കാം, സ്ക്രീനിൽ നോക്കിയാൽ കാണാം. ഞാൻ ആ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ എന്ന് വരും. ലെഫ്റ്റ് സൈഡ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് മെട്രിക്സിന്റെ ലെഫ്റ്റ് സൈഡ് എക്സ് പ്ലസ് വൈ മൈനസ് സെക്കൻഡ് വരുമ്പോൾ എക്സ് മൈനസ് വൈ is equal to റൈറ്റ് സൈഡ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു. ദാറ്റ് ഈസ് മെട്രിക്സ് 5209 മൈനസ് 360 -1. അപ്പൊ ഇവിടെ എക്സ് ക്യാൻസൽ ചെയ്ത് പോവാം. നെഗറ്റീവ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് നെഗറ്റീവ് എക്സും ക്യാൻസൽ ചെയ്ത് പോയിട്ട് y പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 2y എന്ന് കിട്ടും നമുക്ക്. ദാറ്റ് ഈസ് 2y ഇസ് ഈക്വൽ ടു മെട്രിക്സ് ആണ്. രണ്ട് മെട്രിക്സുകൾ സബ്ട്രാക്ട് ചെയ്യാനാണ് അവിടെ കിടക്കണേ. അവർ തമ്മിൽ കറസ്പോണ്ടിങ് എലമെന്റുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ 5 - 3 2 എന്ന് കിട്ടും. 2 - 6 -4 എന്ന് കിട്ടും. 0 - 0 0 എന്ന് കിട്ടും. 9 - -1 10 എന്ന് കിട്ടി അല്ലേ. അപ്പൊ 2y is equal to മെട്രിക്സ് ആയി. ഇനി y is equal to കണ്ടുപിടിക്കണമെങ്കിൽ ആ 2 ഇൻറ്റു ആണ് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോ ബൈ 2 ചെയ്യാം. അപ്പൊ 1/2 of 2 -4 0 10. ദാറ്റ് ഈസ് ഓരോ എലമെന്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 1/2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് മെട്രിക്സ് 1 -2 0 5. Therefore y-യുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടിട്ട് ആ എക്സിന്റെ വാല്യൂ കൊണ്ട് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് മുന്നത്തെ സ്ലൈഡിൽ നോക്കിയാൽ കാണാം, ആ എക്സ് പ്ലസ് വൈയുടെ എക്സിന്റെ പ്ലേസിൽ നമുക്ക് 4404 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 5209 എഴുതി കഴിഞ്ഞാൽ എക്സ് വൈ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ എക്സിനെ റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് മൈനസ് ആവും. അപ്പൊ ആ മെട്രിക്സുകൾ തമ്മിൽ മൈനസ് ചെയ്യാം. അപ്പൊ വൈയുടെ ആൻസർ അങ്ങനെ ചെയ്യാം. അല്ലാതെ വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കാം. എക്സിന്റെ പ്ലേസിൽ ആ 4404 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിൽ നിന്നായാലും നമുക്ക് വൈ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിലാണ് ഈ മെത്തേഡ് ചെയ്യുക. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ രണ്ട് ഇക്വേഷൻസ് എങ്ങനെയാണോ സോൾവ് ചെയ്യുക അതുപോലെ തന്നെയാണ് ഈ മെട്രിക്സുകളും സോൾവ് ചെയ്യുക. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ. എന്നിട്ട് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2 ഇൻറ്റു മെട്രിക്സ് എക്സ് 5 7 y - 3 പ്ലസ് മെട്രിക്സ് 3 -4 1 2 is equal to മെട്രിക്സ് 7 6 15 14. അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ 2 എന്ന് പറഞ്ഞ നമ്പറിനെ മെട്രിക്സിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണേ. അപ്പൊ ഓരോ എലമെന്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ കിട്ടുന്ന ആൻസർ ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. 2x 10 14 12 - 6 പ്ലസ് മറ്റേ മെട്രിക്സ് അതുപോലെ തന്നെ എഴുതി. അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ഇല്ല. അപ്പൊ 3 -4 1 2 അതുപോലെ തന്നെ എടുത്ത് എഴുതി. ഇസ് ഈക്വൽ ടു അവിടെയും മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. ആ മെട്രിക്സും അതുപോലെ തന്നെ എടുത്ത് താഴേക്ക് എഴുതി. അപ്പോൾ 7 6 15 14 എന്ന് എഴുതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്തിരിക്കണേ? ആ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്തു. ഇനി നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. വേണമെങ്കിൽ ആ 3 -4 1 2 എന്ന് പറഞ്ഞ മെട്രിക്സിനെ നിങ്ങൾക്ക് റൈറ്റിലേക്ക് എടുത്തിട്ട് സബ്ട്രാക്ഷൻ ആക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് അഡീഷൻ ആണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ ആ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്തു. ഇനി ചിലവർക്ക് തോന്നാണ് അവിടെ അഡീഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ, അതായത് അവിടെ വേരിയബിൾ ഉണ്ട് 2x ഉം 2y ഒക്കെ ഉണ്ട്, അങ്ങനെ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ 3 -4 1 2 എന്ന് പറഞ്ഞ മെട്രിക്സിനെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പൊ എന്താ കിട്ടുക? ആ 7 6 15 14 എന്ന് പറഞ്ഞ മെട്രിക്സ് മൈനസ് മെട്രിക്സ് 3 -4 1 2 വരും. അപ്പൊ ആ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതിയാവും. കാരണം അവിടെ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ നമ്മളിപ്പോ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് ലെഫ്റ്റിൽ ആ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് മെട്രിക്സ് 2x + 3 6 15 12 - 4 is equal to 7 6 15 14. ഇത്രയും കിട്ടി. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ അവരുടെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ അവരുടെ കറസ്പോണ്ടിങ് എലമെന്റ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ആ രണ്ട് മെട്രിക്സുകൾ
ഈക്വൽ ആണ് തന്നിട്ടുണ്ട്, നടുവിൽ ഈക്വൽ ടു സിമ്പിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് കിട്ടാം 2x + 3 = 7, അതിൽ നിന്ന് 2x = 4, x = 2 എന്ന് കിട്ടും. അതുപോലെ തന്നെ 2i - 4 = 14, 2i = 18, y = 9 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ കിട്ടി, നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി. സോൾവ് ആയി. നമുക്ക് കണ്ടുപിടിക്കുന്നത് എക്സിന്റെയും വൈയുടെയും വാല്യൂ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം. അതിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, നോക്കിയാൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെട്രിക്സിലെ നമ്പേഴ്സ് മാത്രമല്ല ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതിൽ കാണാൻ സാധിക്കുക. അപ്പൊ നോക്കൂ കേട്ടോ, സ്ലൈഡിൽ നോക്കിയാൽ കാണാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. സിംപ്ലിഫൈ cos θ into matrix cos θ sin θ negative sin θ cos θ plus sin θ into matrix sin θ negative cos θ sin θ. അപ്പൊ ഞാൻ നേരത്തെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് വന്ന പോലെ തന്നെ ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെയും ഈ മെട്രിക്സിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യണം. അപ്പൊ മെട്രിക്സിലെ ഓരോ എലിമെന്റിനെയും cos θ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസർ ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പൊ കിട്ടുന്ന ആൻസർ ആണ് മെട്രിക്സ് cos സ്ക്വയർ θ cos θ sin θ നെഗറ്റീവ് cos θ sin θ cos സ്ക്വയർ θ പ്ലസ് അടുത്ത് വരിക സൈൻ സ്ക്വയർ θ. സൈൻ തീറ്റനെ മെട്രിക്സിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. സൈൻ സ്ക്വയർ θ നെഗറ്റീവ് സൈൻ θ cos θ സൈൻ θ cos θ സൈൻ സ്ക്വയർ θ എന്ന് കിട്ടും. ഇപ്പൊ വീണ്ടും അഡീഷൻ വന്നു അല്ലെ. രണ്ടും 2/2 മെട്രിക്സ് ആണ്. കറസ്പോണ്ടിങ് എലമെന്റ് ആഡ് ചെയ്യുക. നമ്പർ ആഡ് ചെയ്യണ പോലെ തന്നെയാണ് ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുക cos സ്ക്വയർ θ പ്ലസ് സൈൻ സ്ക്വയർ θ എന്നായിരിക്കും ഫസ്റ്റ് വരിക അല്ലെ. ഫസ്റ്റ് എലമെന്റ് വരിക cos സ്ക്വയർ θ പ്ലസ് സൈൻ സ്ക്വയർ θ എന്നായിരിക്കും മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ് വരിക. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആണ് cos സ്ക്വയർ θ പ്ലസ് സൈൻ സ്ക്വയർ θ = 1 ആണ്. എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പൊ ഞാൻ അവിടെ 1 എഴുതി അല്ലെ. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഫസ്റ്റത്തെ എലമെന്റ് വരിക, അതാ സ്ലൈഡിൽ കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുന്നത്. എങ്ങനെയാ 1 കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ cos സ്ക്വയർ θ പ്ലസ് സൈൻ സ്ക്വയർ θ എന്നായിരിക്കും മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ് വരിക. അപ്പൊ അതൊരു ഐഡന്റിറ്റി ആണ് അല്ലെ. cos സ്ക്വയർ θ പ്ലസ് സൈൻ സ്ക്വയർ θ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണ് മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 1 ആയത്. അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് cos θ sin θ ആണ്. ഈ cos θ sin θയും മറ്റേ രണ്ടാമത്തെ മെട്രിക്സിലെ കറസ്പോണ്ടിങ് എലമെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് cos θ sin θ. അപ്പൊ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവ്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 ആണ് അല്ലെ. അപ്പൊ അതാണ് 0 ആണ്. ഇനി രണ്ടാമത്തെ റോയിലേക്ക് പോകുമ്പോൾ ആദ്യത്തത് മൈനസ് cos θ sin θ ആണ്. രണ്ടാമത്തെ മെട്രിക്സിൽ കിടക്കുന്നത് cos θ sin θ ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ അഗൈൻ 0 വന്നു, അതുകൊണ്ട് അവിടെ 0 എഴുതി. അടുത്തത് വരിക ലാസ്റ്റ് എലമെന്റ് cos സ്ക്വയർ θ ആണ്. രണ്ടാമത്തെ മെട്രിക്സിൽ കിടക്കുന്നത് sin സ്ക്വയർ θ ആണ്. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഐഡന്റിറ്റി വീണ്ടും വന്നു. cos സ്ക്വയർ θ പ്ലസ് sin സ്ക്വയർ θ that is equal to 1. അതുകൊണ്ടാണ് അവിടെ 1 വന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ കിട്ടിയ ആൻസർ ഇവിടെ സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ കിട്ടിയ മെട്രിക്സ് എന്ന് പറയുന്നത് അതിനൊരു പേരുണ്ട്. ടൈപ്സ് ഓഫ് മെട്രിക്സസ് നമ്മൾ ഇവിടെ പറഞ്ഞതാണ്. അതിനൊരു പേരുണ്ട് 1001 എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ പേര് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്നാണ് അതിനെ പറയുക. കാരണം ഡയഗണല് 1 ആയിട്ടുള്ള മെട്രിക്സുകളെ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്നാണ് പറയുക. ഇത് 2/2 ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഐഡന്റിറ്റി മെട്രിക്സുകളെ നമ്മൾ സാധാരണ I എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. 2/2 ആണെങ്കിൽ അതിനെ I2 എന്ന് എഴുതാം. വേണമെങ്കിൽ 3/3 ആണെങ്കിൽ I3 എന്ന് എഴുതാം. ഇനി പോട്ടെ I എന്ന് എഴുതിയാലും തെറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് I എന്ന് വേണമെങ്കിൽ എഴുതാം. ഞാൻ സ്ലൈഡിൽ കാണിച്ചിട്ടില്ല. സിംപ്ലിഫൈ ചെയ്യാൻ പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഭംഗിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ആ മെട്രിക്സിന്റെ നേരെ നമുക്ക് എന്തെന്ന് എഴുതി വെക്കാൻ പറ്റും? I എന്ന് എഴുതാം. കാരണം ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഫോർമാറ്റിലാണ് അത് കിടക്കുന്നത്. ഡയഗണൽ 1 ആയിട്ടുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും ഡയഗണലിന്റെ താഴെയും മുകളിലും എന്തായിരിക്കും? 0s ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? I2. അതായത് ഓർഡർ 2 ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ അത് സിംപ്ലിഫൈ ആയി നമുക്ക് കിട്ടിയ ആൻസർ I2 അല്ലെങ്കിൽ I അല്ലെങ്കിൽ 1001 എഴുതിയാലും തെറ്റില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് അഡീഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരില്ല. ഏകദേശം ഇതേ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ വരുള്ളൂ. ഈ 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ കുറച്ച് ഹോംവർക്ക് ഞാൻ അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്.
എല്ലാവരും വീട്ടിലിരുന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. അപ്പൊ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു വേറെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേ ഫോർമാറ്റ് ആണ്, ആ മെട്രിക്സുകൾ മാത്രമാണ് അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അത് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇഫ് 2x plus 3y equal to ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് ആൻഡ് 3x plus 2y equal to വേറെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയും രണ്ട് ഇക്വേഷൻ ആണ്. പക്ഷെ ഈ ഫസ്റ്റ് ഹോംവർക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ അല്ല ഇത് ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേരിയബിൾ എലിമിനേറ്റ് ചെയ്ത് പോവില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ 2x ആണ്, അവിടെ 3x ആണ്. അപ്പൊ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5x വരുള്ളൂ, എലിമിനേറ്റ് ചെയ്യില്ല. അതുപോലെ 3y ആണ്, അവിടെ 2y ആണ്. അപ്പൊ അത് ആഡ് ചെയ്താലും 5y വരുള്ളൂ, എലിമിനേറ്റ് ചെയ്ത് പോവില്ല. എലിമിനേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. അപ്പൊ അത് നമ്മൾ ആദ്യം ഈക്വൽ ആക്കണം. അപ്പൊ എങ്ങനെയാക്കുക, നമ്മൾ രണ്ട് ഇക്വേഷൻ കിട്ടിയാൽ നമ്മൾ എങ്ങനെ കോഎഫിഷ്യന്റുകൾ ഈക്വൽ ആക്കാറ്? ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യൂ അല്ലെ. അപ്പൊ നോക്കാം, ഫസ്റ്റ് ഇക്വേഷൻ അതായത് 2x plus 3y equal to matrix 2 3 4 0 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 6x plus 9y is equal to, അതുപോലെ തന്നെ മെട്രിക്സിലെ ഓരോ എലിമെന്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ 6 9 12 0 എന്നായിരിക്കും കിട്ടാം. ഇനി അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ അതായത് 3x plus 2y is equal to 2 minus 2 minus 1 5 എന്ന് പറഞ്ഞ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എനിക്ക് കിട്ടാം 6x plus 4y is equal to 4 minus 4 minus 2 10 എന്ന്. ഇപ്പോ നമ്മള് രണ്ട് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോ ഇക്വേഷൻസിന്റെ വേരിയബിൾസ് ഈക്വൽ ആയി, അതായത് 6x ഇതിലും 6x ഉണ്ട്, രണ്ടാമത്തെ ഇക്വേഷനും 6x വന്നു. ഇനി എന്ത് ചെയ്താൽ മതി, നിങ്ങൾ രണ്ട് ഇക്വേഷനും തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കറസ്പോണ്ടിങ് എലിമെന്റുകൾ സബ്ട്രാക്ട് ചെയ്യുക. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ആ 6 അതായത് 6x എന്ന് പറഞ്ഞ വേരിയബിൾ എലിമിനേറ്റ് ചെയ്ത് പോവും. അപ്പൊ ആ x പോയിട്ട് നിങ്ങൾക്ക് ആരുടെ വാല്യൂ കിട്ടും, വൈയുടെ വാല്യൂ കിട്ടും. ഇതുപോലെ തന്നെ y ഈക്വൽ ആക്കിയിട്ട് x കണ്ടുപിടിക്കാം. അപ്പൊ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമതൊരു ക്വസ്റ്റ്യൻ കൂടി കാണിച്ചിട്ടുണ്ട്. ഫൈൻഡ് എക്സ് ഇഫ് y is equal to ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് ആൻഡ് 2x plus y is equal to വേറെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. കാരണം എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, y ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇതുപോലെ എലിമിനേറ്റ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി, ആ രണ്ടാമത്തെ ഇക്വേഷനിൽ ജസ്റ്റ് കൊണ്ട് ആ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ എന്തായിരിക്കും എനിക്ക് കിട്ടുക, 2x plus വൈയുടെ പ്ലേസിൽ ഞാൻ എന്ത് കൊടുത്തു, 3 2 1 4 ഈക്വൽ ടു മെട്രിക്സ് 1 0 നെഗറ്റീവ് 3 2. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോ 2x ഈക്വൽ ടു y അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നെഗറ്റീവ് ആയി. അപ്പൊ ആ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് വരിക, ആ 2 കൊണ്ട് ആ കിട്ടിയ മെട്രിക്സിനെ ഓരോ എലിമെന്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ആരുടെ വാല്യൂ കിട്ടും, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അഡീഷനിൽ എക്സാമിന് ചോദിക്കുക. ഇനി അപ്പോൾ അഡീഷന്റെ, സബ്ട്രാക്ഷന്റെ, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ മീൻസ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ, ഈ 3 ക്വസ്റ്റ്യൻസ് എല്ലാവരും വീട്ടിലിരുന്നൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമ്മൾ അടുത്ത സെക്ഷനിൽ എടുക്കാൻ പോകുന്നത് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അടുത്ത സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നേരത്തെ നമ്മൾ പഠിച്ചത് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ മാത്രം, അതായത് ഒരു മെട്രിക്സിന് ഒരു നമ്പർ കൊണ്ട് എങ്ങനെ ഇൻഡു ചെയ്യാം. ഇനി നമ്മൾ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിരിക്കും നോക്കാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.